ഈ MBBS കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട് പലരും കാണുന്നത് വെറ്റിനറിയാണ്, പിന്നെ അഗ്രികൾച്ചർ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഇതൊരു പർപ്പസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുള്ള ഒരു പോക്കല്ലേ? ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡോക്ടർ ആവണമെന്നുള്ള ഒരാൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തത് പിടിച്ച് ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ഈ മെഴുതി കിട്ടാതെ അന്ന് വന്ന കുട്ടികൾ ഫിസിക്സ് എടുത്തു, മെഡിസിൻ കിട്ടാത്തവർ കെമിസ്ട്രി എടുത്തു, സയൻസ് കിട്ടാത്തതുകൊണ്ട് കൊമേഴ്സ് എടുത്തു, അതുകൊണ്ട് ബികോം എടുത്തു. അല്ലെങ്കിൽ 80 നിന്നുകൊണ്ട് പർപ്പസ് ഫുൾഫിൽ ചെയ്യാം, അതെ. 60 നിന്നുകൊണ്ടും പർപ്പസ് ഫുൾഫിൽ ചെയ്യാം, 40 നിന്നാലും പർപ്പസ് ഫുൾഫിൽ ചെയ്യാം. ഇവൻ കോഴികളെ പേരെടുത്ത് വിളിക്കും. ഇപ്പം പേരെടുത്ത് വിളിക്കുമ്പോൾ വരും, ഇവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും. ഇപ്പോൾ മണ്ണിനെ സ്നേഹിക്കുന്നവൻ, മരത്തെ സ്നേഹിക്കുന്നവൻ, ചെടികളെ സ്നേഹിക്കുന്നവൻ, പൂക്കളെ പരിപാലിക്കുന്നവന് ഹോർട്ടിക്കൾച്ചറൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ സാധിക്കും? അവന് മാർക്കിൽ പോലും സത്യസന്ധതയ്ക്ക് സ്കൂളിൽ മാർക്കില്ല, സ്നേഹിക്കുന്നതിന് സ്കൂളിൽ മാർക്കില്ല, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സ്കൂളിൽ മാർക്കില്ല. അവൻ്റെ കയ്യിലേക്ക് മൊബൈൽ അങ്ങ് കൊടുത്താൽ അവൻ അതുകൊണ്ട് കൈകാര്യം ചെയ്യും. പക്ഷെ അവനെ മൊബൈൽ ടെക്നോളജി പഠിപ്പിക്കുമോ? ഇല്ല. സാർ, അടുത്ത ചോദ്യം എന്നുള്ളതേ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള എന്നാൽ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്. ഈ MBBS കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട് പലരും കാണുന്നത് വെറ്റിനറിയാണ്, പിന്നെ അഗ്രികൾച്ചർ ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഇതൊരു പർപ്പസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുള്ളൊരു പോക്കല്ലേ? അപ്പോൾ നമ്മുടെ ഹഗിൻ്റെ G എന്നുള്ളത് ഗ്രോ പർപ്പസ്ഫുള്ളി എന്നാണ്. ഇങ്ങനെ ആ പർപ്പസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സാർ എന്താ പറയാനുള്ളത്? ആഴത്തിൽ ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ജീവിതത്തിൽ അവരവരുടേതായ ഒരു ഇടം കണ്ടെത്തി അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ഒരു ഡീവിയേഷൻ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡോക്ടർ ആവണമെന്നുള്ള ഒരാൾക്ക് ആ മെഡിക്കൽ എന്ന് പറയുന്ന ആ മേഖലയെക്കുറിച്ചും ആ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ആഴമായ വിചാരമോ അല്ലെങ്കിൽ അതിനകത്തേക്കുള്ള ഒരു ഉൾവിളിയോ കോളിംഗ് ഉണ്ടെങ്കിൽ ആ ആള് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ ആ ആൾക്ക് മെഡിക്കൽ ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തത് പിടിച്ച് നേഴ്സിങ്ങോ ഫാർമസിയോ അല്ലെങ്കിൽ മറ്റ് ഈ റിസർച്ച് ലെവലിലേക്ക് മാറിക്കൊണ്ടോ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിങ് രംഗത്തേക്ക് കടന്നു വന്നു. അധ്യാപകനായി കോളേജിൽ പഠിപ്പിക്കുമ്പോഴാണ്, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ആയിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് എനിക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഈ രാജീവ് ഗാന്ധി യൂത്ത് ഡെവലപ്മെൻറ്റ് സെൻട്രൽ ശ്രീപെരുമ്പത്തൂർ ചെല്ലുമ്പോഴാണ് ഈ കരിയർ ഗൈഡൻസിലും മെൻറ്ററിങ്ങിലും ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്നും അങ്ങനെ ഒരു ഫാക്കൽറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. അതിൻ്റെ ആ മെൻറ്ററിങ്ങിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കോളേജിൽ വന്ന പിള്ളേർക്ക് NSSലുള്ളവർക്ക് പല ഡിസിപ്ലിനുള്ളവരാണല്ലോ, അവരോട് ഓരോരുത്തരും ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരാരും പർപ്പസ്ഫുള്ളി അവിടെ ആ ഗ്രാജുവേഷൻ എടുക്കാൻ വന്നവരല്ല, പകരം ബൈ ചാൻസ് വന്നതാണ്. എൻട്രൻസ് എഴുതി കിട്ടാത്തപ്പം, അതായത് കീം എഴുതി കിട്ടാതെ അന്ന് വന്ന കുട്ടികൾ ഫിസിക്സ് എടുത്തു, മെഡിസിൻ കിട്ടാത്തവർ കെമിസ്ട്രി എടുത്തു, സയൻസ് കിട്ടാത്തതുകൊണ്ട് കൊമേഴ്സ് എടുത്തു, അതുകൊണ്ട് ബികോം എടുത്തു. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ കൃത്യമായ ഒരു ഇതില്ലാതെ വന്ന അങ്ങനെ കുട്ടികളെ കണ്ടപ്പോഴാണ് ഞാൻ ടീച്ചിങ്ങിൽ നിന്നും അല്പം കൂടി ഒരു മെൻറ്റർ ലെവലിലേക്കും ട്രെയിനർ ലെവലിലോട്ടും മാറുന്നത്. പിന്നീട് സ്പെഷ്യലൈസ് ചെയ്തത് കരിയറിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ അകത്തൊരു ഉൾവിളിയുണ്ട്, എനിക്കൊരു ഒരു എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ അതിൽ തന്നെ ഒബ്സർവ് ചെയ്തു, ക്ലാസ്സുകൾ ട്രെയിനിങ് എടുത്തു. ഇന്ത്യയിൽ 25ഓളം സ്റ്റേറ്റുകളിലായിട്ട് കുട്ടികൾക്കും ഈവൻ അധ്യാപകർക്കും പരിശീലനങ്ങളും ഈ കരിയറുമായിട്ടുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റി കൊടുത്തു. പല സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്ത് പഠിച്ച് റെഗുലറായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ ഇതിൽ തന്നെ ഒരു റിസർച്ച് തന്നെ അധികം ആരും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് MG യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്, നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ഹയർ ലെവലിലേക്ക് വന്നില്ലെങ്കിലും തൊട്ട് താഴെയുള്ളൊരു ലെവലിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റിയില്ലേ പോലും തൊട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ബേസിൽ തന്നെ നമുക്ക് പറ്റാവുന്ന വേണം ചെയ്യാം. ഗൈഡാവാം, അതേപോലെ തന്നെ കൗൺസിലർ ആവാം, അങ്ങനെ ട്രെയിനറായിട്ടൊക്കെ നമുക്ക് നിന്ന് പറ്റുന്ന കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഉൾവിളിയോടുകൂടി നമ്മുടെ ആ വിളി കാണും. ഇപ്പോൾ സാറിൻ്റെ പർപ്പസ് ആദ്യം കണ്ടുപിടിച്ചു, അതായത് സാറ് കുട്ടികളുടെ കരിയർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സാർ ഓപ്റ്റ് ചെയ്ത് PhD ആണ്. ഒരു പക്ഷേ അതിന് കപ്പാസിറ്റി ഇല്ലാതെങ്കിൽ PG എടുത്തിട്ട് മേ ബി ഒരു കരിയർ ഗൈഡായിട്ട് നിന്നേനെ. അതിനും അത്രയും കപ്പാസിറ്റി വേണമെങ്കിൽ ഒരു ട്രെയിനറായിട്ട് നിൽക്കാം അല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് പർപ്പസ് ക്ലിയർ ആണെങ്കിൽ അവൻ ഏറ്റവും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവൻ 100ൽ നിന്നിട്ടുള്ളൊരു പെർഫോമൻസ് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് പോകാം. അല്ലെങ്കിൽ 80ൽ നിന്നുകൊണ്ട് പർപ്പസ് ഫുൾഫിൽ ചെയ്യാം, 60ൽ നിന്നുകൊണ്ടും പർപ്പസ് ഫുൾഫിൽ ചെയ്യാം, 40 നിന്നാലും പർപ്പസ് ഫുൾഫിൽ ചെയ്യാം. അപ്പോൾ പർപ്പസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സാർ ഇപ്പോൾ ഇവിടുത്തെ കേസ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ വെറ്റിനറിയിലേക്കും അല്ലെങ്കിൽ അഗ്രികൾച്ചറിലേക്കും പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പോകുന്നത്? ഒരു പരിധി വരെ പറഞ്ഞാൽ ഈ മെഡിസിനിൽ തന്നെ ഒതുങ്ങി നിന്നാലാണ് അവർക്ക് കൂടുതൽ മണി ഫോക്കസിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നേട്ടം
ആ നേട്ടമാണ്. അവരുടെ യഥാർത്ഥ കോൺട്രിബ്യൂഷനേക്കാളും മറ്റ് തരത്തിലുള്ള സ്ഥാനമാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ അവരെ കൂടുതൽ ഗവൺമെന്റ് കയറാമല്ലോ വെറ്റിനറി അതാണ് അവരുടെ ലക്ഷ്യം, കൺഫർട്ട്. അല്ലാതെ വെറ്റിനറിയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ മൃഗങ്ങളോട് സ്നേഹം കൊണ്ടോ ആ സ്നേഹം വരണമെങ്കിൽ ആൾക്ക് മൾട്ടിപ്പിൾ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് വേണം. അങ്ങനെ ഒരാൾക്ക് ആ എമ്പതറ്റിക്കൽ ലെവലിലേക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് എത്രയോ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് മൃഗങ്ങളോടൊന്നും സ്നേഹമില്ല, അവർ തന്നെ എന്തോ ഒരു ശപിക്കുന്ന പോലെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതേ സമയത്ത് മൃഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന വെറ്റിനറി ഡോക്ടേഴ്സും ഉണ്ട്. ശരിക്കും അങ്ങനത്തെ സ്കില്ലുള്ള എത്രയോ പിള്ളേരുണ്ടല്ലേ. എനിക്ക് പേഴ്സണൽ അറിയാവുന്നൊരു പയ്യനുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്. ആ പയ്യൻ ഈ കോഴികളെ ഭയങ്കര സ്നേഹമാണ്. ഇവൻ കോഴികളെ പേരെടുത്ത് വിളിക്കും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4, 5 പഠിക്കുമ്പോൾ പേരെടുത്ത് വിളിക്കുമ്പോൾ ഇവർ വരും, ഇവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും. ഈ കോഴികൾക്ക് ഇവനെ ഭയങ്കര കാര്യമാണ്, ഇവന് കോഴികളെയും കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇവനെ ഒരു വെറ്റിനറി ഡോക്ടർ ആക്കിയാൽ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ആനിമൽ ഹസ്ബൻഡറി പോലെ എന്തെങ്കിലും ഒന്ന് ആക്കി വിട്ടാൽ എത്ര നന്നായിരുന്നു. നിർഭാഗ്യവശാൽ അവരുടെ രക്ഷകർത്താക്കൾ ആ പയ്യനെ ഇതൊന്നും അല്ലാത്തൊരു മേഖലയെ വിട്ട് ഒന്നുമാകാതെ ഇന്ന് കോട്ടയത്ത് ഒരു കടയിൽ സെയിൽസിൽ 15,000 രൂപ ശമ്പളത്തിൽ. സാറ് ഈ പറഞ്ഞ പോലെ തന്നെ വൈകാരികമായ ഒരു പോയിന്റ് എനിക്ക് ഇതിനോട് ആഡ് ചെയ്ത് പറയാനുള്ളത്, ഈ പറഞ്ഞ ആ കഴിവുള്ള ആഗ്രഹമുള്ള സത്യം പറഞ്ഞ ജന്മം കൊണ്ട് ആ കൊച്ച് ഒരു മൃഗ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ മലയാളത്തിൽ പറയുമ്പോൾ അതിനൊരു ഗമയില്ല, വെറ്റിനറി ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പഞ്ചുണ്ട്. അപ്പോൾ ഈ കൊച്ച് തൻ്റെ എൻ്റെ പെറ്റ് ആനിമൽസിനെയൊക്കെ വളർത്തി സ്നേഹിച്ച് ആ കുട്ടിക്ക് വേണ്ടത് അങ്ങനെയുള്ള രോഗം വരുന്ന മൃഗങ്ങളെ സംരക്ഷിക്കണമെന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്, ഒരു വെറ്റിനറി ഡോക്ടർ ആവണമെങ്കിൽ ആ കുഞ്ഞിന് ഈ നീറ്റ് ക്ലിയർ ചെയ്യണം. നീറ്റ് എന്ന് പറയുന്ന ആ എൻട്രൻസ് ഈ കുഞ്ഞിൻ്റെ ഈ ഒരു കഴിവ്, ഇവൻ്റെ എമ്പതറ്റിക്കൽ കഴിവ് മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. സംശയമില്ലാതെ പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പകരം ഫിസിക്സിന് മാർക്ക് സ്കോർ ഇല്ലെങ്കിൽ, അവന് 600-നടുത്ത് സ്കോർ ഇല്ലെങ്കിൽ വെറ്റിനറി സയൻസ് കിട്ടിയാലോ സാറേ. പക്ഷേ അവനുണ്ടല്ലോ ഒരു 300 സ്കോർ ചെയ്യുന്ന, നീറ്റിൻ്റെ അകത്ത് സ്കോർ ചെയ്യുന്ന കുട്ടിയും ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും മികച്ച വെറ്റിനറി ഡോക്ടർ ആകാൻ കഴിവുള്ളവൻ. നിർഭാഗ്യവശാൽ നമ്മൾ മുമ്പേ പറഞ്ഞ MBBS കിട്ടാത്ത ആൾക്കാർ അവിടെ കയറി വിൽക്കുന്നുണ്ട്. ഇവരുടെ അവസരം ഇല്ലാതെ സത്യം ഇത് തന്നെയാണ് അഗ്രികൾച്ചർ മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണെങ്കിൽ ഇപ്പോഴും എനിക്കിത് ഇതിൻ്റെ കണക്ഷൻ വന്നപ്പോൾ പറയുവാണ്. അതായത് അഗ്രികൾച്ചർ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളും നീറ്റിൻ്റെ സ്കോറും അതേപോലെ തന്നെ അക്കാഡമിക് എക്സലൻസും കൊണ്ടാണ് വരുന്നത്. ഈ അക്കാഡമിക് എക്സലൻസുകാരനെ കഴിഞ്ഞ് ശരാശരിക്കാരനാണ് അഗ്രികൾച്ചർ മേഖലയിൽ സാധാരണ കർഷകൻ്റെ മക്കൾക്ക് മണ്ണിപ്പണി, മണ്ണിനെ സ്നേഹിക്കുന്നവൻ, മരത്തെ സ്നേഹിക്കുന്നവൻ, ചെടികളെ സ്നേഹിക്കുന്നവൻ, പൂക്കളെ പരിപാലിക്കുന്നവന് ഹോർട്ടിക്കൾച്ചറൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ സാധിക്കും? അവന് മാർക്കില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ആ കുഞ്ഞിൻ്റെ കഴിവുകൾക്ക് ഒരു വിലയില്ല. അല്ലേ തന്നെ സ്കൂൾ സിസ്റ്റത്തിൽ ഒരു കാര്യം ഓർത്തേ, ഇത് ഞാൻ പല അധ്യാപകരോടും പറയുന്നതാണ്, സത്യസന്ധതയ്ക്ക് സ്കൂളിൽ മാർക്കില്ല, സ്നേഹിക്കുന്നതിന് സ്കൂളിൽ മാർക്കില്ല, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സ്കൂളിൽ മാർക്കില്ല, അസൈൻമെൻറ്റുകൾക്ക് ഒക്കെ വെക്കുന്നതിന് ചിലപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് കാണും. ആ ഇൻറ്റേർണൽ മാർക്കിലും ഈ ഓണസ്റ്റിക്ക് എവിടെ മാർക്ക്, ആത്മാർത്ഥതയ്ക്ക് എവിടെ മാർക്ക്? അപ്പം നമ്മളെല്ലാവരോടും പറയും നല്ല സ്വഭാവം വേണം, സൽസ്വഭാവം വേണമെന്ന്. സൽസ്വഭാവത്തിനൊന്നും ഒരു മാർക്ക് കാര്യമായിട്ടില്ല എന്ന് പറയുമ്പം വിഷമിക്കരുത്. പക്ഷേ ഇത് പരമസത്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ അലീഡ് ഫീൽഡിലേക്ക് പലതും പോകുന്ന കുട്ടികൾക്ക് വലിയ മാർക്കുള്ളവന്, മിടുക്ക് കാണിക്കുന്നവനെയൊക്കെ ഈ കഴിവുണ്ടോയെന്നും കൂടെ അസസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ, അതുകൊണ്ട് മാതാപിതാക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ടെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പല വഴികളും പറഞ്ഞു കൊടുക്കാം. അതിന് പറ്റിയ റൂട്ടുകൾ, അതിന് പറ്റിയുള്ള കോഴ്സുകൾ, അങ്ങനെ ഓപ്ഷൻസൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഞാൻ ചെയ്യുന്ന പണി. ഇങ്ങനെ അവരെ പർപ്പസ്ഫുള്ളി അവരാവേണ്ടതിലേക്ക് എത്തേണ്ടടുത്ത്. അതുപോലെ തന്നെ നന്നായിട്ട് ടെക്നിക്കൽ സ്കില്ല്, മൊബൈൽ ഫോൺ നന്നായിട്ട് എന്ത് ചെയ്യണം, റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ. ചില പേരൻസ് പറയാറുണ്ട്, സാറേ അവൻ്റെ കയ്യിലേക്ക് മൊബൈൽ അങ്ങ് കൊടുത്താൽ അവൻ അത് കൊച്ചു കൈകാര്യം ചെയ്ത് എന്ത് ചെയ്യും? പക്ഷെ അവനെ മൊബൈൽ ടെക്നോളജി പഠിപ്പിക്കുമോ? ഇല്ല. അതിന് ചെറിയ കോഴ്സ്. മറ്റൊന്നാണ് സാറേ ഗെയിം. പബ്ജി കളിക്കുന്നു, ഫ്രീ ഫയർ കളിക്കുന്നു, ഭയങ്കര അതിൻ്റെ അകത്ത് അഗ്രഗണ്യനാണ്. അവനെ ഗെയിം ഡെവലപ്പർ എന്ന് വെച്ചാൽ കോഴ്സിലോട്ട് വിടുന്നില്ല. അവൻ ചിലപ്പോൾ നല്ല കിടിലൻ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും. അപ്പം ഈ പർപ്പസ്ഫുള്ളി
അവനിൽ ദൈവം അല്ലെങ്കിൽ അവനിൽ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താനുള്ള ഒരു വഴി കണ്ടെത്താൻ ആദ്യം ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളായ മാതാപിതാക്കൾക്ക് ഒബ്സർവേഷൻ സ്കില്ലുണ്ടാവുകയും അവർക്കത് കുറവുണ്ടെങ്കിൽ അവർ മറ്റുള്ളവർക്ക് അത് ഉണ്ടെങ്കിൽ അവരത് കണ്ടെത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ മക്കളെ വളർത്താൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു നേർവഴി എന്ന് വേണം നമുക്ക് പറയാം. ഈ ഒരു നേർവഴി ഇവിടെ കരിയറിൽ വേണ്ടത് ഒരു നേർവഴി തെളിക്കലാണ് വേണ്ടത്. ഈ നേർവഴി എന്താണെന്ന് നമ്മൾക്ക് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ ആവശ്യം. അത് വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും ഈ രാഷ്ട്രീയ മേഖലയിലുള്ളവരും നമ്മളെ ഭരിക്കുന്നവർക്കും എല്ലാവർക്കും ആ കരുതൽ വേണം. ഇവിടുത്തെ ഞാൻ പറയുന്ന സെൽഫ് ഗവേണിങ്, ലോക്കൽ സെൽഫ് ഗവേണിങ്ങിൽ അങ്ങനെ ഒരു ഓഫീസറെ തന്നെ നമ്മുടെ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ എത്തണം. നമ്മുടെ നാട്ടിലെ മക്കൾ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്? അവൻ നാട്ടിലൊരു ട്രെൻഡ് സെറ്റ് ചുമ്മാ ഈ മരത്തേലും പോസ്റ്ററേലും ഒക്കെ വെച്ചിരിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ചില ആട് കണ്ട് കുട്ടികളെ ഇങ്ങനെ മാടി വിളിക്കുന്നത് മാത്രമാകരുത്. ഇപ്പോഴും എല്ലാവരും ആ ഗോളിയല്ലേ ഫോക്കസ്ഡ് ആകുന്നുള്ളൂ. എൻ്റെ മകന് ജോലി കിട്ടി, ഡോക്ടർ ആയാൽ, അവൻ എഞ്ചിനീയർ ആയാൽ, ഗവൺമെൻറ് എംപ്ലോയി ആയാൽ രക്ഷപ്പെട്ടു, അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഫോക്കസ്ഡ് ആകുന്നില്ല. അതുകൊണ്ട് സമൂഹത്തിൽ നന്മ ഉണ്ടാകാത്ത ഈ പർപ്പസ് ഫോക്കസ്ഡ് ആകുന്നില്ല. ഇപ്പോഴും പർപ്പസ് പലർക്കും ക്ലിയർ അല്ല. ഇപ്പോൾ ഞാൻ മുതിർന്ന പല വ്യക്തികൾക്ക് ഈ ട്രെയിനിങ് എടുക്കുമ്പോൾ വാട്ട് ഈസ് യുവർ പർപ്പസ്? പർപ്പസോ പെൻഷൻ പറ്റണം, ഇതൊക്കെയുള്ളു. അപ്പം അവിടെ സാർ നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് വരുന്നൊരു വലിയ വിഭാഗം ആൾക്കാർ അവരിവിടുത്തെ ജൈൻസാണ്. അവരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കഴിവുകൊണ്ട് കയറി വരേണ്ട കുറേ കുട്ടികൾ, നമ്മൾ മുമ്പേ പറഞ്ഞ മൃഗങ്ങളെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, അവരുടെ പർപ്പസ് കണ്ടെത്തിയിട്ട് ആ പർപ്പസിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ശരിക്കും നമ്മുടെ ഹഗ്ഗിൻ്റെ ഒരു മിഷൻ തന്നെ അതാണ്. താങ്ക് യു. അതുകൊണ്ട് തന്നെയാണ് സാറിനെ കൊണ്ട് അവരെ കൊണ്ടൊന്ന് അസസ് ചെയ്യിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ഈ എത്തേണ്ട തലത്തിലേക്ക് കുട്ടികൾക്ക് എത്താൻ പറ്റിയാൽ അവർ ലൈഫിൽ ഹാപ്പി ആവും. ഞാൻ ചെയ്തിട്ടുള്ള കുട്ടികളെയൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളും ആ മക്കളും ശരിക്കും അതിൻ്റെ ആ സെഷനിൽ ഇരുന്നതും അതിനുശേഷം അറ്റൻഡ് ചെയ്തിട്ട് ഈ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി, അതാണ് സാറേ ഈ പ്രൊഫഷൻ്റെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവാർഡും റിവാർഡ്. പത്മഭൂഷണെ കഴിഞ്ഞും വലിയ വിലയുണ്ടതിന്. തീർച്ചയായും. കാരണം ഒരു കുട്ടിയുടെ ജീവിതമാണ്, അതെ, ഒരു കുടുംബം മാറുന്നത്, ഒരു നാടാണ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഏറ്റവും വലിയൊരു പ്രാർത്ഥന തന്നെയാണ്. സാർ അന്ന് ആദ്യം പറഞ്ഞ വാചകമുണ്ടല്ലോ, ഓരോ MIT ടെസ്റ്റുകളും സാർ ഒരു പ്രാർത്ഥനയായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. യെസ്. അപ്പോൾ ആ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. ശരിക്കും നമ്മൾ ഇതുവരെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ യുണീക്നെസ്സിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പാഷൻ്റെ പ്രാധാന്യം. പാഷനപ്പുറം ഒരു കാര്യം കൂടി ഉണ്ട്, പർപ്പസ്. നമ്മുടെ ഹഗ്ഗിൻ്റെ G എന്ന് പറയുന്നത് ഗ്രോ പർപ്പസ്ഫുള്ളി എന്നാണ്. പർപ്പസ് കണ്ടെത്താൻ സാധിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഗോള് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു വേ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ വേയിൽ യുണീക്നെസ് കണ്ടെത്താൻ വേണ്ടിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പർപ്പസ് കൂടെ കണ്ടെത്തുവാനായിട്ട് ഐസക് തോമസ് സാറിന് സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ടെസ്റ്റ് വഴിയും തുടർന്നുള്ള കൗൺസിലിംഗ് വഴിയും നമ്മൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ എത്തിച്ചേരാനുള്ള സഹായം നൽകുക എന്ന് തന്നെയാണ് നമ്മുടെ മിഷൻ. എങ്ങനെയാണ് നമ്മുടെ സർവീസ് സ്വീകരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നേരെ പോവുക, കരിയർ ഡിസൈനിങ് സെലക്ട് ചെയ്യുക. ഈ കാണുന്ന സ്റ്റെപ്പുകൾ വഴി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൾ വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റും തുടർന്നുള്ള കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിലൂടെ ജീവിതം സുന്ദരമാക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി തരുന്നതാണ്. സാർ, നമ്മുടെ എപ്പിസോഡ് ഇവിടെ കൊണ്ടിന്ന് അവസാനിക്കുകയാണ്. ശരിക്കും ഇത്രയും തിരക്കുള്ളൊരു സമയത്താണ് സാറിനെ പോലൊരു കരിയർ ഗുരു ഇവിടെ എത്തിച്ചേർന്നത്. കാരണം ഒന്ന് ഈ ഒരു റിസൾട്ടൊക്കെ വന്ന സമയമാണ്, ഉറപ്പായും ഒരുപാട് കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകളും കരിയർ ഗൈഡൻസുകളൊക്കെ സാർ നൽകുന്ന സമയമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് സാറിനെ വിളിച്ചു വരുത്താനുള്ള കാരണം നമ്മൾ ആദ്യം പറഞ്ഞ നീറ്റിൻ്റെയും കീമിൻ്റെയും റിസൾട്ട് വന്ന ശേഷം ഒരുപാട് പേര് നിരാശരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം സാറിനെ പോലെ ഒരാളുടെ വാക്കുകൾ അത്രമാത്രം ആശ്വാസം നൽകും. ഹഗ്ഗിൻ്റെ ഭാഗത്തുള്ള നന്ദി ഹൃദ്യമായിട്ട് അറിയിക്കുക. താങ്ക് യു സാർ. ഈ ഒരു എപ്പിസോഡും ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം വരുന്ന ഇൻ്റർവ്യൂസിൽ നമ്മൾ പങ്കുവെക്കുന്നുണ്ടാവും.